ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ പ്രിയ സഹോദരരെ, ഈ ഡിസംബർ മാസത്തിൽ നമ്മൾ വീണ്ടും ഒരു ക്രിസ്മസിനായി ഒരുങ്ങുകയാണ്. ജനഹൃദയങ്ങളുടെ മനസ്സിനെ നിറച്ചുകൊണ്ട് ക്രിസ്മസിന്റെ അത്ഭുതകരമായ വരവിനെക്കുറിച്ചുള്ള ഒരു കാത്തിരിപ്പിലാണ് നമ്മൾ ഓരോരുത്തരും. ആ ഉണ്ണീശോയുടെ പിറവിയെക്കുറിച്ചുള്ള ആകാംക്ഷയിൽ എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങൾ തുടിക്കുന്ന ദിവസങ്ങളാണ് ഈ കടന്നു വരുന്ന ഓരോ ദിവസവും ഓരോ നിമിഷവും. എല്ലാ വർഷവും മാനവരാശിക്ക് ഡിസംബർ മാസത്തിൽ ദൈവം മാനുഷികതയുടെ പുത്തൻ പ്രതീകങ്ങൾ സമ്മാനിക്കുകയാണ് ക്രിസ്മസിലൂടെ. നമ്മളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിലും ഹൃദയങ്ങളിലും ക്രിസ്മസ് ഒരു ആഘോഷമാകുന്ന ദിനങ്ങളാണെങ്കിൽ അതിന്റെ യഥാർത്ഥമായ കേന്ദ്രം ദൈവത്തിന്റെ ദൂതൻ തന്റെ പുത്രന്റെ ജനനത്തിന്റെ സദ്വാർത്ത ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെയും അറിയിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും രക്ഷ സാധ്യമാക്കുകയാണ് ഉണ്ണീശോയുടെ പിറവിയിലൂടെ. ലൂക്കാ സുവിശേഷകൻ 2:8-9 തിരുവചനത്തിലൂടെ പറയുന്നത് ഇങ്ങനെയാണ്: ആ പ്രദേശങ്ങളിൽ വയലുകളിൽ ആടുകളെ രാത്രികാലങ്ങളിൽ കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെയധികം ഭയപ്പെട്ടു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കും. ദൈവം വളരെയധികം വിശ്വസിച്ചിരുന്നു ഈ ആട്ടിടയന്മാരിലൂടെ. സ്നേഹത്തിന്റെയും എളിമയുടെയും സഹനത്തിന്റെയും എല്ലാം മാതൃക നമുക്ക് ഈ ആട്ടിടയന്മാരിലൂടെ കാണുവാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നത് ഇങ്ങനെയാണ്: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന്. പ്രിയ സഹോദരരെ, ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെയും അത്രയധികം സ്നേഹിച്ചതുകൊണ്ട് മാത്രമാണ് തന്റെ സ്വന്തം പുത്രനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചത്. അത് ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാനും നിങ്ങളും ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ക്രിസ്മസിന്റെ ഏറ്റവും വലിയൊരു ഹൃദയഭാഗമാണ് ഈ തിരുവചനം. ക്രിസ്മസ് ദൈവത്തിന്റെ അമൂല്യമായ സ്നേഹത്തിന്റെ ഒരു പ്രതീകമാണ്. ലൂക്കാ സുവിശേഷകൻ 2:11 പറയുന്നത് ഇപ്രകാരമാണ്: ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നുവെന്ന്. ഈ വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ജനനം ക്രിസ്മസിന്റെ ഒരു ആഘോഷമാണെന്ന്. ദൈവത്തിന്റെ പുത്രനെ ദൈവം ഈ ലോകത്തിലേക്ക് രക്ഷകനായി അയച്ചു എന്നതാണ് ഈ വചനത്തിന്റെ യഥാർത്ഥമായ സാരാംശം. ഉണ്ണീശോയിലൂടെ ലോകം രക്ഷയുടെ പ്രതീക്ഷയായിരുന്നു. ഉണ്ണീശോയുടെ ജനനം ലോകത്തിന്റെ രക്ഷയുടെ പ്രതീക്ഷയായിരുന്നെങ്കിൽ ആ ഉണ്ണീശോയുടെ ജനനം ലോകത്തിന്റെ പ്രകാശവുമായി മാറുകയായിരുന്നു. ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു എന്നുള്ളതാണ് ഈ ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സന്ദേശം. മാനവ ഹൃദയങ്ങളിൽ ദയയുടെയും സ്നേഹത്തിന്റെയും എളിമയുടെയും പങ്കുവെക്കലിന്റെയും ഒരു ഇടപെടലാണ് ക്രിസ്മസ്. മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ടും മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഈശോയെ പകർന്നു കൊടുത്തുകൊണ്ടും ഈ ക്രിസ്മസ് ആഘോഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ബത്ലഹേം എന്ന പട്ടണത്തിൽ ആ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണീശോ തന്റെ ജീവിതം കൊണ്ട് ദയയുടെയും സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും എളിമയുടെയും മാതൃക മഹത്വം നമുക്ക് കാണിച്ചു തന്നു. ആ ജീവിതം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ഒരു ഉണ്ണീശോ നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കുന്നത്. ഈ ഡിസംബർ മാസം 25 നമ്മൾ ഓരോരുത്തരും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അതിന്റെ പുറകിലുള്ള യഥാർത്ഥമായ ആ വലിയ സന്ദേശം നമ്മൾ മറന്നു പോകരുത്. ഈ ലോകത്തിന് വേണ്ട കരുണയും സ്നേഹവും എന്റെയും നിങ്ങളുടെയും ജീവിതം കൊണ്ട് പകർന്നു കൊടുക്കുവാനും മറ്റുള്ളവരെ സ്നേഹിച്ചും സഹായിച്ചുകൊണ്ടും
ആ ഉണ്ണീശോ എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിലും ഭവനങ്ങളിലും ജനിക്കുവാനായിട്ട് ഈ ഡിസംബർ മാസത്തിൽ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ദൈവം ഈ ലോകത്തിന് തന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഉണ്ണീശോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.